നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. 2 സംസ്ഥാന ബഹുമതികൾ, മറ്റ് ഒട്ടേറെ അംഗീകാരങ്ങൾ, ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും സിനിമാ ഗാനവും ഗസലുമൊക്കെ ആയാസരഹിതമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഭാവഗായിക മറ്റാരുമല്ല, മഞ്ജരി. മഞ്ജരിയെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. മഞ്ജരി, പ്രശ്നങ്ങളൊന്നുമില്ല? ഇതുവരെ ഇല്ല. നല്ല റിലാക്സ്ഡ് അല്ലേ? ഇന്ന് കോൺട്രാസ്റ്റ് ആണ്. ഇന്ന് പ്രത്യേകിച്ച് യോഗയ്ക്കൊക്കെ പോയി വന്നു. ഇന്ന് ആത്മധൈര്യം നേരിടാൻ വേണ്ടിയാണ്, അത് എന്നെ ആക്രമിക്കാൻ വേണ്ടിയാണ്? അല്ല, മനസ്സ് കുറച്ച് ഫോക്കസ്ഡ് ആക്കി വെക്കാം. ഏകാഗ്രത നഷ്ടപ്പെട്ട് തുടങ്ങിയ മഞ്ജരി അങ്ങോട്ട് സുന്ദരിയായി കേട്ടാ. താങ്ക് യു. കോംപ്ലിമെന്റാ. അതെ, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ആരോ പറഞ്ഞ പോലെ സംഗീതത്തിൽ നിന്ന് സ്ക്രീനിലേക്കൊക്കെ വന്നു തുടങ്ങിയ ഒരു കാലമാണ്. പുതിയൊരു തലത്തിലേക്ക് മഞ്ജരി പ്രവേശിക്കുകയാണ്. ഇതാരാ ഇത്? പുതിയ ഗെറ്റപ്പ് നോക്ക്. വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, രൂപപരിണാമങ്ങൾ. മഞ്ജരിയെ ഞാൻ കാണുമ്പോൾ വളരെ ചെറിയ കുട്ടിയാണ്. ഒരു 10-15 വർഷം മുമ്പ് കാണുന്നപ്പോൾ, 15 അതിന് മുമ്പ് കാണുന്നപ്പോൾ അവിടെ നിന്ന് മഞ്ജരിയുടെ ഒരു വളർച്ച. അന്ന് കൊച്ചു ചെറിയ ക്ലാസ്സിൽ പഠിക്കുകയാണ്. എനിക്കും പ്രായമായില്ല, മഞ്ജരിക്ക് പ്രായമാവില്ല. അതെ. എന്ത് തോന്നുന്നു മഞ്ജരി തിരിഞ്ഞു നോക്കുമ്പോൾ? നല്ല മാറ്റമാണെന്ന് എനിക്ക് തോന്നുന്നു സർ. കാരണം എപ്പോഴും ഒരു മാറ്റം ആവശ്യമാണല്ലോ. ലൈഫ് കനോട്ട് ബി മൊണോട്ടണസ്. അപ്പം മാറ്റം വേണം. നല്ല മാറ്റം. മാറ്റം നല്ലതായിരിക്കണം, പക്ഷെ മാറ്റം അനിവാര്യമാണ്. അല്ലേ? അതെ. മഞ്ജരിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മഞ്ജരിക്ക് ഒന്നിനും തൃപ്തി ആയ ഒരു സ്വഭാവമുള്ളതല്ല. തൃപ്തി. നോട്ട് കണ്ടന്റ് വിത്ത് എനിത്തിങ്. ആക്ച്വലി ദാറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി. അത് നല്ല ചെറിയ കാര്യമല്ല. എന്നുവെച്ചാൽ ഐ ഫോക്കസ് ഓൺ എ ലോട്ട് ഓഫ് പെർഫെക്ഷൻ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഞാൻ ഭയങ്കര അഡ്വെഞ്ചറസ് ആണ്, എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആളാണ്. ആരോ പറഞ്ഞു, മഞ്ജരിയുടെ വളരെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, ഷീ ഈസ് ലിറ്റിൽ ബിറ്റ് ഫെറോഷ്യസ് ഓൾസോ. അല്പം രൗദ്രഭാവമുണ്ടോ? നഖമൊക്കെ ഉണ്ടോ? നോക്കട്ടെ. ഫെറോഷ്യസ് ആണ്. ആയിരുന്നു എന്ന് പറയാം. എന്നുവെച്ചാൽ ഞാൻ കുറേയൊക്കെ മാറാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ നിന്നും. എന്നുവെച്ചാൽ എനിക്ക് ചില കാര്യങ്ങൾ ഇപ്പം ശരിയല്ല എന്ന് തോന്നിയാൽ ഞാൻ അതിനു വേണ്ടി പ്രതികരിക്കുന്ന ഒരാളാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് വെരി ഹെൽത്തി. അതെനിക്ക് ചില അവസരം. ഞാൻ മഞ്ജരിയുടെ സ്വഭാവത്തിലെ പല വിശേഷ തലങ്ങളിലേക്കും പ്രവേശിക്കാം. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഞാൻ അതിന് മുമ്പ് മഞ്ജരിയുടെ പുതിയൊരു എന്താ പറയുക പന്താവിനെ കുറിച്ച് വേണമെങ്കിൽ സംസാരിക്കാം. എന്താ അനുരാഗം എന്നുള്ളൊരു പേര്? അനുരാഗം ശരിക്കും രാഗം എന്ന് പറഞ്ഞാല് കുറെ സ്വരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. സോ ആ സ്വരങ്ങൾക്കൊരു ചേർച്ച വരുമ്പോഴാണ് ആ രാഗം ഒരു ഭാവം അതിന് കിട്ടുന്നത്. സോ സെയിം വേ 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ച അനുരാഗം. അപ്പൊ ഞാൻ അനുരാഗത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഒരു അതിന്റെ രാഗം ഇസ് അനുരാഗം. അവതരിപ്പിക്കാൻ നോക്കിക്കോളാം. ഈ മഞ്ജരിയുടെ അനുരാഗം നിങ്ങൾ നോക്കിക്കോളും കേട്ടോ. അതിന്റെ ഭാവം എല്ലാം ഉണ്ടായിരിക്കണം കേട്ടാ. ഞാൻ ഇത് ആദ്യമായിട്ട് മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ്. കൈതപ്രം സാറാണ് വരികൾ എഴുതിയിരിക്കുന്നത്. അതിന്റെ 2 ലൈൻസ് പാടാം. മഞ്ഞു പെയ്തരാവിൽ മധുവണിഞ്ഞ കനവിൽ പാൽനിലാവ് പോൽ ചൊരിഞ്ഞ ഗാനമാണു ഞാൻ. മഞ്ഞു പെയ്തരാവിൽ മധുവണിഞ്ഞ കനവിൽ പാൽനിലാവ് പോൽ ചൊരിഞ്ഞ ഗാനമാണു ഞാൻ. മഞ്ജരി അപ്പോൾ പുതിയൊരു എന്താ പറയുക വഴി വെട്ടുകയാണ്. ഒരു ഗായികയിൽ നിന്ന് ഒരു സംഗീത സംവിധാനത്തിൻ്റെ ഒരു തരത്തിലേക്ക് മാറുകയാണ്. വലിയ ഉത്തരവാദിത്തം പിടിച്ചൊരു ജോലിയാണ്. കുറച്ച് മാറി എന്ന് ഒരുപാട് സംഗീത സംവിധായകന്മാരെ വേണമെങ്കിൽ ചീത്ത വിളിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സ്വാതന്ത്ര്യം കളഞ്ഞു വിളിക്കുകയാണ്. അല്ല, ഒരാളെ വെറുതെ ചീത്ത വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ മ്യൂസിക് ഇസ് എ പാഷൻ. അത് ഇതിപ്പം ഇങ്ങനെ ഇത് വന്നുപോയതാണ്. എന്നുവെച്ചാൽ ഞാൻ ക്രിയേഷൻസ് കോമ്പോസിഷൻസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഒരു കോമ്പോസിഷൻ ചെയ്തപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി വന്ന ഒരു വേർഡാണ് അനുരാഗം. അപ്പോൾ അനുരാഗം എന്നുള്ളത് ഞാൻ കൈതപ്രം സാറിൻ്റെ അടുത്ത് സംസാരിച്ചു. എനിക്ക് അദ്ദേഹം ഈ പാട്ട് എഴുതി തരണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അനുരാഗമാണെന്ന് ഉറപ്പിച്ചു. രാഗം അനുരാഗം ഫിക്സ്ഡ് ആയിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ബ്യൂട്ടിഫുൾ ആയിട്ട്
വരികൾ എഴുതി തന്നു. അപ്പം എനിക്കതിൽ വേറൊന്നും എനിക്ക് കിട്ടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇറ്റ് വാസ് അമേസിങ്. ആ പാട്ടിന് അതൊരു ശരിക്കൊരു മാറ്റ് കൂട്ടി എന്ന് തന്നെ പറയണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ജസ്റ്റ് എൻ്റെ വീട്ടിലേക്ക് ഇറ്റ് ഷുഡ് ബി കൺഫൈൻ ടു ഒരു വീട്ടിനകത്തേക്ക് മാത്രം ആവരുത്, അത് ആൾക്കാർ കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ടും അതായത് മഞ്ജരിയുടെ ഒരു കലാവൈഭവത്തെ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നൊരു സാഹചര്യത്തിൽ ആ ഒരു വൈദഗ്ധ്യം ആൾക്കാരെ തൊട്ട് സ്പർശിക്കണം. ഒരാൾ വരട്ടെ ഇവിടെ. എൻ്റെ കുറേ സിനിമകളിൽ മഞ്ജരി പാടിയിട്ടുണ്ട്. അതിൽ ഔസേപ്പച്ചൻ്റെ സംഗീതത്തിൽ മൂന്നാമതൊരാൾ എന്ന ആദ്യത്തെ ഡിജിറ്റൽ സിനിമ, അതായത് റെവല്യൂഷൻ, മലയാള സിനിമയിലല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ റെവല്യൂഷൻ, ഒരു ഡിജിറ്റൽ റെവല്യൂഷൻ എന്ന് പറയാം. അങ്ങനത്തെ ഒരു ഡിജിറ്റൽ സിനിമയിൽ ആദ്യമായിട്ട് എനിക്ക് വേണ്ടി പാടിയത് നിലാവിൻ്റെ തൂവൽ, അതാണ് ആ പാട്ട്. വളരെ മനോഹരമായിട്ട് മഞ്ജരി അത് പാടി. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, മഞ്ജരി ഇത്രയും സ്ട്രോങ് ആയിട്ട് മലയാളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാനായിട്ട് ബോംബെയിലേക്ക് ചേക്കേറിയത്? എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മ്യൂസിക്കിനോടുള്ളൊരു പാഷനാണ്. പക്ഷെ അതിനെന്താണ്, വാട്ട് ഈസ് യുവർ പോയിന്റ് ഓഫ് വ്യൂ ഓൺ ദാറ്റ്? ദാറ്റ്സ് വാട്ട് ഐ വാണ്ടഡ് ടു നോ. മാത്രമല്ല നിലാവിൻ്റെ തൂവൽ ഒരു രണ്ടുപേരും മൂളുക. നിലാവിൻ്റെ തൂവൽ തൊടുന്ന പോലെ നിശാപുഷ്പം രാവിൽ വിരിഞ്ഞ പോലെ, നിലാവിൻ്റെ തൂവൽ തൊടുന്ന പോലെ നിശാപുഷ്പം രാവിൽ വിരിഞ്ഞ പോലെ, പ്രണയാർദ്രമാം നിന്റെ മിഴി വന്നു ഹൃദയത്തിൽ ഒരു മാത്രമിന്നി മറഞ്ഞു പോയി, ഒരു വാക്ക് ചൊല്ലി കടന്നു പോയി, നിലാവിൻ്റെ തൂവൽ തൊടുന്ന പോലെ നിശാപുഷ്പം രാവിൽ വിരിഞ്ഞ പോലെ. VKP നല്ലൊരുപാട് പാട്ടുകൾ മഞ്ജരിക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു അനുരാഗത്തിലും VKPയുടെ ഒരു എന്താ പറയുക അനുഗ്രഹ സ്പർശമുണ്ട്. അതെ, തീർച്ചയായും. VKP ചോദിച്ചൊരു ചോദ്യം, എന്തിനാണ് മുംബൈയിലേക്ക് ചേക്കേറിയത്? VKP ഈസ് വെരി ക്ലോസ് ഫ്രണ്ട്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ഈ പറഞ്ഞ പോലെ നിലാവിൻ്റെ തൂവൽ പാടി. അതിനുശേഷം പോസിറ്റീവ് എന്ന് പറഞ്ഞ മൂവിയിലാണ് അദ്ദേഹം നിർബന്ധമായിട്ട് പറഞ്ഞു ഒരു സ്ക്രീൻ അപ്പിയറൻസ് എന്തായാലും വേണമെന്ന്. അപ്പം ഞാനും വേണുങ്കിളുമാണ് ജി വേണുഗോപാൽ, ഞങ്ങൾ രണ്ടുപേരുമാണ് ആ പാട്ട് പാടിയത്. അപ്പം നമ്മൾ രണ്ടുപേരും തന്നെ ആ പിക്ചറൈസേഷനിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് VKP നിർബന്ധം പറഞ്ഞു. അപ്പം അങ്ങനെ ആ ഒരു പടത്തിൽ ഞങ്ങളൊരു മരത്തിൻ്റെ മേലെ ഇരിക്കുകയാണ്, അവിടെ ഷൂട്ട് ചെയ്യാണ് ഒരു ഫുൾ ഡേ. ശരിക്കും അന്ന് ഒരു ഫുൾ ഡേ മരത്തിൽ കെട്ടിയിരുത്തിയോ? ഇല്ല, ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തൊരു ഷൂട്ട് ചെയ്യാൻ നേരത്തെ മരത്തിൻ്റെ മേലെ ഇരുന്നത്. അപ്പോൾ രസകരമായ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അല്ലാതെ ഒരു സ്ക്രീൻ അപ്പിയറൻസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അതിനുശേഷം VKP തന്നെയാണ് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ഡയറക്ടർ ഫോർ അനുരാഗം. ആൻഡ് ബോംബെയിലേക്ക് എന്തിനാണ് ചേക്കേറിയത് എന്ന് ചോദിച്ചാൽ, ഞാൻ ആക്ച്വലി ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് മാറിയത്. കാരണം എൻ്റെ ആദ്യത്തെ ഗുരുജി ഉസ്താദ് ഖാലിദ് അൻവർ ജാൻ, അദ്ദേഹം ഇന്നില്ല, അദ്ദേഹം പാകിസ്ഥാനിലാണ്. മസ്കറ്റിൽ ഞാൻ താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നായിരുന്നു പാട്ട് പഠിച്ചുകൊണ്ടിരുന്നത് 12th വരെ. പിന്നെ ഞാൻ നാട്ടിൽ ട്രിവാൻഡ്രത്ത് വന്ന് വിമൻസ് കോളേജിൽ പഠനം തുടങ്ങി. അതിനുശേഷം അദ്ദേഹവുമായിട്ട് ഉള്ള ആ ഒരു പഠനമൊന്നും നടക്കുന്നില്ല, കാരണം അദ്ദേഹം തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോയി. ഒരു പ്രാവശ്യം സൂര്യ ഫെസ്റ്റിവലിന് സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഒക്കെ കൊടുത്ത് അദ്ദേഹത്തെ അവിടുന്ന് വരുത്തി. അപ്പം അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ആ സമയത്ത് സാറിനൊരു ഏകദേശം ഒരു മാസത്തോളം താമസിക്കാൻ പറ്റി നമ്മുടെ നാട്ടിൽ. എനിക്ക് ആ സമയത്ത് കുറച്ച് പഠിക്കാൻ പറ്റി. അതല്ലാതെ കാസറ്റ്സ് അയച്ചു തരുമായിരുന്നു അദ്ദേഹം. പിന്നീട് അത് കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പോൾ സാറ് തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ബോംബെയിൽ പോയി അവിടെ നിന്ന് ശരിക്കും അത് കണ്ടിന്യൂ ചെയ്യണം, യു ഷുഡ് നോട്ട് ലൂസ് ഇറ്റ് എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് മുംബൈയിലേക്ക് മാറിയത്. അതെ, ഒരാൾ വരട്ടെ. ഇപ്പോൾ ഇവിടെ 2000 ആണ്ട് കഴിഞ്ഞ് മലയാള സിനിമ പിന്നണി ഗാനരംഗത്തേക്ക് ശ്രദ്ധേയമായ ഒരു തുടക്കമായിരുന്നു മഞ്ജരിയുടേത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ചിത്ര എന്ന ഗായിക വന്നതിന് ശേഷം ഇത്രമാത്രം പ്രതിഭയുള്ള പൊട്ടൻഷ്യലുള്ള ഒരു ഗായിക
ഇന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയേണ്ടത് അടുത്ത ഒരു 5 വർഷങ്ങൾക്കുള്ളിൽ ഏറ്റവും ശ്രദ്ധേയയായ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ കേരളത്തിൻ്റെ ഒരു വാഗ്ദാനമായിട്ട് വരാനായിട്ട് ഏത് തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് മഞ്ജരി നടത്തുന്നത് എന്നാണ് എനിക്കറിയാൻ താല്പര്യം. മഞ്ജരി, വേണു വളരെ ആർജവത്തോടെ ആത്മാർത്ഥതയോടെയും പറഞ്ഞ വാക്കുകളാണ്. വളരെ മിതഭാഷിയാണ്. ആകെ ചെയ്തൊരു തെറ്റ് മഞ്ജരിയുടെ കൂടെ ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരുന്നുള്ളതാണ്. എൻ്റെ ഒരു സുഹൃത്തു കൂടെയാണ്. അല്ല, വേണു അങ്കിളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാല്, ഞാൻ ബാബുരാജ് മാസ്റ്റർക്ക് വേണ്ടിയിട്ട് നാട്ടില് വന്ന സമയത്ത്, എനിക്ക് തോന്നുന്നു 10-ലോ 12-ലോ പഠിക്കുന്ന സമയത്താണ് ഒരു കോൺട്രിബ്യൂഷൻ നടത്തി അവരുടെ ഫാമിലിക്ക് വേണ്ടി. എന്നിട്ട് ഞാൻ ബാബുരാജ് മാസ്റ്റർ ഒരു ട്രിബ്യൂട്ട് പോലെ ഒരു പ്രോഗ്രാം ചെയ്തു. അത് കണ്ടിട്ട് അദ്ദേഹം മസ്കറ്റിലേക്ക് ഫോൺ ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് പ്രോഗ്രാമിന് വേണ്ടി എന്നെ വിളിച്ചു, നാട്ടിലൊരു ഷോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് വേണു അങ്കിളുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കൈരളിയിൽ ഞാൻ എന്നിട്ട് നാട്ടിൽ വരുമ്പോൾ ഗന്ധർവ സംഗീതം എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു, എൻ്റെ ഒരു സ്ക്രീൻ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ അതാണ്. അപ്പോൾ അത് വേണു അങ്കിളുടെ കൂടെയായിരുന്നു. അപ്പോൾ ഒരുപാട് പാട്ടുകൾ എനിക്ക് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ പാടാനും സംസാരിക്കാനും, പിന്നെ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട് ഞാൻ വേണു അങ്കിളുടെ കൂടെ, സോങ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അദ്ദേഹം ഒരു ഗുരുവാണ് എനിക്ക്. അത് മാത്രമല്ല വല്ലാത്തൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. മഞ്ജരിനെ നന്നായിട്ട് അപകീർത്തിച്ച ശേഷമാണ് വേണുഗോപാൽ ഈ വാചകങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതായത് വലിയൊരു അംഗീകാരമാണ്, ഒരുപക്ഷെ വലിയൊരു ബഹുമതി കിട്ടുന്നതിനേക്കാൾ വലിയൊരു വാക്കുകളും എന്താ പറയുക പ്രോത്സാഹനമാണ്. മാത്രമല്ല ചിത്രയ്ക്ക് ശേഷം വേണു കാണുന്ന ഒരു ഗായിക, ഒരുപാട് സാധ്യതകളും ഭാവിയും ഒക്കെയുള്ള ഒരു ഗായികയായിട്ടാണ് മഞ്ജരിയെ. അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ ഹിന്ദുസ്ഥാനി പഠിക്കാൻ വേണ്ടി മുംബൈയിലേക്ക് ചേക്കേറി ഇതിൻ്റെ ഒരുപാട് പരിണതഫലം കാണുന്നുണ്ട്. ഒരുപക്ഷെ എനിക്കൊന്ന് മഞ്ജരിയുടെ ഔട്ട്ലുക്കിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലേ? കാഴ്ചപ്പാടിൽ ഒരുപക്ഷെ ഒരു ഷോ, സംഗീതത്തിന് ഒരുപാട് മറ്റു തലങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലായി. വേണം ഞാൻ ഒന്ന് ഒരു തലം കാണിച്ചു തരാം. ബൈക്ക് എടുക്കാൻ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. काटे जैसी चुभती है हाय काली काली रतियां रे फिर सही ना जाए अभी जाना सैया रे जालिम रतियां रे बड़ी जालिम रतियां रे लाज से जी घबराए कैसे कहूँ ऐसी बतियां रे കത്രീന കൈഫും പ്രിയങ്ക ചോപ്രയൊക്കെ വരുന്ന പോലെ. ഇത് ബോളിവുഡിൽ ഏതെങ്കിലും സംവിധായകന്മാരെ കണ്ടിരുന്നെങ്കിൽ കാണണം എന്നാ എന്റെ പ്രാർത്ഥന. എന്താ കാരണം വെച്ചാല്, അല്ല സർ, വൈ നോട്ട്? യൂഷ്വലി മ്യൂസിക് വീഡിയോസ് എന്ന് പറയുമ്പോൾ പാടിയ ആള് തന്നെയാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് ഒരു സിംഗിൾ. അത് എൻ്റെ ഒരുപാട് ഫാൻസ് പറഞ്ഞു സിംഗിൾ ശരിക്കും സിംഗിൾ ആയിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം അനുരാഗത്തിൽ ഒരാളെയും കൂടി ഇൻക്ലൂഡ് ചെയ്തു. Manjari, first of all, congratulations on Anuragam, your first single album in Malayalam, and thanks for making me part of that. ഞാൻ വിചാരിച്ചു രണ്ട് കാര്യങ്ങൾ ഞാൻ വിചാരിച്ചു മഞ്ജരിയുടെ അടുത്ത് ചോദിക്കാമെന്ന്. കാരണം എല്ലാവരും പറഞ്ഞത്, എല്ലാവരുടെ റിയാക്ഷനും ഈ ഷൂട്ടിൻ്റെ ഇടയ്ക്കുള്ള റിയാക്ഷനും കണ്ടിട്ട് അപ്പോൾ എനിക്ക് തോന്നി ആ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഓഡിയൻസിനും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നു. മഞ്ജരി നന്നായിട്ട് അഭിനയിച്ചു ആ ആൽബത്തിൽ, ആൻഡ് എല്ലാവരും ഡയറക്ടറും ഫുൾ ടീമും പറഞ്ഞു. സോ ക്യാൻ വി സീ യു ഇൻ മൂവീസ്? വുഡ് യു ബി ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ്? ഇസ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Second question would be, Anuragam is a very beautiful song, very well composed. I really liked it, and I think you're a good composer too. So, can we expect you to start composing music for feature films? These are the two questions I thought would be interesting to ask you. ഒരുപക്ഷെ കുറേ നഷ്ടങ്ങൾ സംഭവിച്ചതിൻ്റെ പരിണതഫലമായിട്ടായിരിക്കാം പലപ്പോഴും പല ആൾക്കാർ ഈ ചോദ്യം. അല്ല സർ, എൻ്റെ ലൈഫ് വാസ് നോട്ട് വെരി സ്മൂത്ത്. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആളാണ്. കുറേ പേര് ഞാൻ വന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുള്ളത് ഗൾഫിൽ നിന്ന് വന്ന ഒരാളാണ്, പണച്ചാക്കുമായിട്ട് വന്നു, സ്റ്റേറ്റ് അവാർഡ് മേടിച്ചു. സത്യമായിട്ടും നമ്മളൊക്കെ ഒരുപാട്, ഞാനൊക്കെ എൻ്റെ ലൈഫിൽ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ഇറങ്ങിയിട്ടില്ല. ഹെലോ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ആയിരുന്നു. ആ പ്രോജക്റ്റ് ഇറങ്ങിയിട്ടില്ല. സ്റ്റേജിൽ അനൗൺസ് ചെയ്തു ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്നുള്ളത്. എന്നിട്ട് ആ പ്രോജക്റ്റ്
ഇറങ്ങാതെ വന്നപ്പോഴത്തേക്ക് ശരിക്കും വല്ലാത്തൊരു ട്രോമാറ്റിക് സിറ്റുവേഷനിലേക്ക് പോയി. അയ്യോ ഇനി എന്തായിരിക്കും എൻ്റെ ഭാവി എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവമാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ചോദിച്ചത്, എനിക്കറിയില്ല എന്താണ് വാട്ട് വിൽ ബി മൈ ഫ്യൂച്ചർ, എനിക്ക് മ്യൂസിക്കിൽ എന്തെങ്കിലും ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം ഞാൻ വാമനപുരം ബസ് റൂട്ടിൽ ഫില്ലർ സോങ് പാടി. അത് പടത്തിലില്ലായിരുന്നു, ലാലേട്ടൻ്റെ പ്രോജക്റ്റ് ആയിരുന്നു. അത് കാസറ്റിന് വേണ്ടി മാത്രം ഉള്ള ഒരു പാട്ടായിരുന്നു, നല്ല പാട്ടായിരുന്നു. പിന്നീട് അതിനുശേഷം മോക്ഷം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് പാടി. അത് ബാലഭാസ്കറിന്റെ മ്യൂസിക്കിലായിരുന്നു. അങ്ങനെ ഒരു വളരെ ഗ്രാജുവൽ ആയിട്ട് മഞ്ജരി നമുക്ക് അതിലേക്ക് വരാം. അതൊക്കെ എന്റെ ചോദ്യങ്ങളിൽ വരുന്നുണ്ട്. ഇവിടെ ബേസിൽ ചോദിച്ച 2 ചോദ്യങ്ങളാണ്. ഒന്ന്, മഞ്ജരിക്ക് കമ്പോസിഷനിൽ ഒരു പ്രത്യേക വൈദഗ്ധ്യമുണ്ട്. ഒരു പക്ഷേ വേണമെങ്കിൽ മഞ്ജരിക്ക് അതിലേക്ക് വേണമെങ്കിൽ ആ ട്രാജക്ടറിയിലൂടെ വേണമെങ്കിൽ മുമ്പോട്ട് പോകാം. 2, മഞ്ജരിക്ക് അഭിനയിക്കാനുള്ള നല്ല സിദ്ധിയുണ്ട്, നല്ല അഭിനയ ശേഷി മഞ്ജരിക്കുണ്ടെന്നുള്ളതാണ്. അടിപൊളി അഭിനയമാണോ എനിക്കറിയില്ല, കാണുന്നവരല്ലേ തീരുമാനിക്കേണ്ടത്. പക്ഷെ അഭിനയം ഞാൻ സ്കൂളിലൊക്കെ ഐ യൂസ് ടു ആക്ട്, തിയേറ്റർ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡാൻസ്, അഭിനയം, ഡാൻസ്, പാട്ട്, മിമിക്രി, മോണോ ആക്ട്, പലതും മിമിക്രി മോണോ ആക്ട് ഒക്കെ ചെയ്യും. എല്ലാം കലാതിലകമായിരുന്നു. ഞാൻ ആരെയാണ് മിമിക്രി ചെയ്തോണ്ടിരുന്നത്? ഞാൻ MS തൃപ്പൂണിത്തറ വരെ ചെയ്തു. സകലകല വല്ലഭന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമല്ല. ദാസങ്കൾ എന്നോട് പ്രത്യേകം പറഞ്ഞു, ഇനി മേലാൽ മിമിക്രി കാണിച്ച ഈ ഭാഗത്തേക്ക്. അതൊക്കെ ദാസേട്ടനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാം. ഓക്കെ, ശരി, വരട്ടെ. എനിക്ക് സുശീലമ്മയുടെ പാട്ടിൽ വലിയ ഇഷ്ടമാണ്. ഞാൻ അവരുടെ വോയിസിന്റെ ആർഡന്റ് ഫാനാണ്. ഓ മനത്തിങ്കൾ പക്ഷി നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി പെട്ടൊരു പാതിരാ മുത്തിനു പേരെന്ത്. സുശീലാമ്മയ്ക്ക് വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക ഒരു സ്റ്റൈലുണ്ട്. സോ ദാറ്റ്സ് സംതിങ് ഐ പിക്ഡ്. ഐ മീൻ നോബഡി ക്യാൻ. കയ്യിലില്ലാത്തൊരു വിദ്യ ഇല്ല അല്ലേ മഞ്ജരിക്ക്? എങ്ങനെയാണ് മഞ്ജരി നമ്മുടെ ബാബുവും അതുപോലെ അമ്മയൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നു? അല്ല, എൻ്റെ കൂടെ പൊതുവേ ഇപ്പൊ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണെന്ന് പൊതുവെ പറയാറുണ്ട്. പക്ഷെ എൻ്റെ കൂടെ എൻ്റെ പേരൻസ് പോലും സിനിമയ്ക്ക് വരില്ല. പക്ഷെ ഞാൻ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആണ്. തിയേറ്ററിലൊക്കെ ഇരുന്ന് ചിലപ്പോൾ ഉറക്ക ചിരിക്കും. എനിക്ക് ചിരിച്ചിട്ട് കഴുത്തുളുക്കിയ അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര, എനിക്ക് കോമഡി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സിനിമ ഡയലോഗ്സ് ഇതൊക്കെ സമയം കിട്ടുമ്പോൾ ഫ്രീ ടൈമിൽ ഞാനും എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും ഇരുന്നിട്ട് സിനിമ ഡയലോഗ്സ് പറയും. ലാലേട്ടന്റെ മമ്മൂക്കയുടെ ഒക്കെ ഡയലോഗുകൾ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു ചിരിക്കും. വട്ടാണല്ലേ? എനിക്കൊരു സംശയമുണ്ട്. സിനിമ അഭിനയം ഒരുപക്ഷെ ഇതായിരിക്കാൻ വേണമെങ്കിൽ മഞ്ജരിക്ക് അഭിനയ സിദ്ധി ഉണ്ട് എന്ന് പലരെ കൊണ്ടും പറയിപ്പിക്കുന്നൊരു കാര്യം. വേറെ കുടുംബത്തിൽ നിന്ന് ആൾക്കാർ പറയാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരാളെ കാണിച്ചു തരാം. ചേച്ചിയെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ഈസിയാണ്. ഞങ്ങൾ തമ്മിൽ 8 വയസ്സിൻ്റെ വ്യത്യാസമാണ്. ആൻഡ് ഒരു സിസ്റ്റർ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരു ഡോട്ടറിനെ പോലെയാണ് ചേച്ചി എന്നെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നും അതെ. സോ എനിക്ക് പണ്ട് തൊട്ടേ ഒരു ഡെൻറ്റിസ്റ്റോ ഹെയർ ഡ്രസ്സറോ മേക്കപ്പ് ആർട്ടിസ്റ്റോ ഒന്നും ഉണ്ടായിട്ടില്ല. ബിക്കോസ് എല്ലാം ചേച്ചിയായിരുന്നു. ആൻഡ് ഐ ഹാവ് സോ മച്ച് ഓഫ് ഫെയ്ത്ത് ഇൻ ഹർ. ചേച്ചിയും അതേപോലെ തന്നെയാണ്. ഷീ ബിലീവ്സ് ഇൻ മീ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചേച്ചിയുടെ മ്യൂസിക് വീഡിയോ എനിക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ഹർ ആൻഡ് ഹർ ഫെയ്ത്ത് ഇൻ മീ. സോ ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ യു ദാറ്റ് ഐ വിൽ നെവർ ലെറ്റ് യു ഡൗൺ. ആൻഡ് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ ഞാനുമായിട്ടുള്ള ബെസ്റ്റ് മെമ്മറി ഏതാണ്? ആൻഡ് വെൻ ഐ മേക്ക് എ ഫിലിം, വിൽ യു ആക്ട് ഇൻ ഇറ്റ്? He is going to make a film and you are going to act in that. Will I? Will I? I will. മെമ്മറിയെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ മഞ്ജരിയുടെ അച്ഛനെയും അമ്മയും എനിക്ക് നന്നായിട്ട് അറിയാം. അവർ പറഞ്ഞു വെച്ചാൽ ഈ അനിയത്തി പണിയൊരു സ്വസ്ഥത കൊടുത്തില്ല. അടിയും വഴക്കും ഇതൊക്കെ തന്നെയായിരുന്നു ഈ മഞ്ജരിയുടെ പണി. 8 വയസ്സിൽ വ്യത്യാസം ഉണ്ടായിട്ട് പോലും യാതൊരു കനിവോ കാണിച്ചില്ല. അവളുമായിട്ട് വഴക്കുണ്ടാക്കുന്നതിൽ യാതൊരുവിധ അങ്ങനെ ഒരിക്കലും ഒരു പറയുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം വഴക്കൊക്കെ ഉണ്ടാവും. വിളിക്കാം, വഴക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഒരുപാട് എൻ്റെ ഒരു ടൈം ഞാൻ കൂടുതലും എൻ്റെ അമ്മയൊക്കെ ട്യൂഷനൊക്കെ എടുക്കുമായിരുന്നു. ആ സമയത്ത് ഞാനും എൻ്റെ സിസ്റ്ററും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം ലൈക്ക് ആട്ടയൊക്കെ കൊണ്ട് ആട്ട യൂസ് ടു ഡ്രസ്സർ അപ്പ്, ഇയറിങ്സ് ഇതൊക്കെ ഇടിച്ച്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ഞാൻ അവളെ കോലം കെട്ടിക്കായിരുന്നു പണി ചെയ്യുമായിരുന്നു. അപ്പൊ എൻ്റെ മെമ്മറീസിൽ
എൻ്റെ സിസ്റ്റർ എപ്പോഴും എനിക്ക് ഭയങ്കര ഡിയറാണ്. ഞാൻ എന്ത് കാര്യം ഞാൻ ഷെയർ ചെയ്യും. അതേപോലെ ഷീ ഓൾസോ നമുക്ക് തമ്മിൽ ആ ഒരു ഫെയ്ത്ത് പറഞ്ഞ പോലെ ഞാൻ ഹെയർ കട്ട് ചെയ്യുമായിരുന്നു. പണ്ടേ അങ്ങനെ ഒരു ഫാഷൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. സോ ഐ യൂസ് ടു. അപ്പം ആ ഒരു സ്മരണയ്ക്കാണ് മഞ്ജരിക്ക് വേണ്ടി ഒരു സിനിമ ഉണ്ടാക്കാൻ പോവാണ്. സ്മരണയ്ക്ക് വേണ്ടി എന്നെ പറ്റി തന്നെ ആയിരിക്കും കഥ എന്നുള്ളതാണ്. എനിവേ എനിക്ക് അവളിൽ അത്രയും ഫെയ്ത്ത് ഉണ്ട്. സോ പ്രോബ്ലി ഐ വിൽ ആക്ട്. യു വിൽ ആക്ട്. അതല്ലാതെ തന്നെ മഞ്ജരി ഇപ്പം അനുജത്തി ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹിന്ദിയിലൊക്കെ ഉള്ള ആ സിംഗിളിലൊക്കെ ഉള്ള ആ ഗ്ലാമറൊക്കെ വേണമെങ്കിൽ സിനിമാ നിർമ്മാതാക്കൾക്കും സംവിധായകന്മാർക്കും വേണമെങ്കിൽ വിനിയോഗിക്കാവുന്നതാണ്. അവസരങ്ങൾ തേടി വരുന്നുണ്ടോ അതെയോ? ഇല്ല സർ, അങ്ങനെ ഞാൻ അഭിനയിക്കാൻ വേണ്ടിയിട്ടല്ല ഈ മ്യൂസിക് വീഡിയോ ചെയ്തത്. എനിക്ക് എൻ്റെ മ്യൂസിക് ഡയറക്ഷനിൽ ഐ വാണ്ടഡ് ദാറ്റ് സോങ് ടു റീച്ച് പീപ്പിൾ. അപ്പോൾ അത് ഒരു മ്യൂസിക് വീഡിയോ എന്ന് പറയുമ്പോൾ യൂഷ്വലി സിംഗർ അഭിനയിക്കും. ആ സംഗീതത്തിലുള്ള ഭാവങ്ങളൊക്കെ ഒരു പക്ഷേ അതിൽ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നത് ആ വ്യക്തി തന്നെ അതിനകത്ത് വരുമ്പോഴാണ്. അതെ, അല്ലേ? തങ്ങൾ ഇന്റന്റ് ചെയ്തിട്ടുള്ള ഭാവതലങ്ങൾ വേറെ ആളിലേക്ക് പറഞ്ഞു കൊടുത്ത് വരുന്നേക്കാൾ നല്ലത് സ്വന്തം തന്നെ മുഖത്തിലേക്ക് വരുത്താം. അങ്ങനെയാണോ? അഭിനയിക്കാൻ വേറെ ആളെ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ബട്ട് ഐ ജസ്റ്റ് ഗേവ് ഇറ്റ് എ ട്രൈ. പ്രൊഡ്യൂസ് ചെയ്യുന്നതാണല്ലോ, പിന്നെ ട്രൈ ചെയ്തെന്താ? നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഐ ഹോപ്പ് സോ. അല്ലേ? ഒരു കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഒരാളും കൂടെ വരട്ടെ. ഹായ് മഞ്ജു, ഹൗ ആർ യു? മഞ്ജരിയെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഒരു പാട്ടുകാരി ആകാൻ ഭൂമിയിലേക്ക് ജനിച്ച് വന്ന ഒരാളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മഞ്ജരിയുടെ ഇതുവരെയുള്ള ഈ സംഗീത ജീവിതത്തിൽ അച്ഛൻ എന്നുള്ള നിലയിൽ എന്തെങ്കിലും രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ, മോൾ ഇഷ്ടപ്പെട്ട രീതിയിൽ, മോൾ ആഗ്രഹിച്ച രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ അച്ഛൻ ചെയ്തിട്ടുണ്ടോ എന്നറിയാനൊരാഗ്രഹമുണ്ട്. അതല്ല അച്ഛനേക്കാളും കൂടുതൽ അമ്മയായിരുന്നോ എന്നും അറിയാൻ എനിക്കൊരാഗ്രഹമുണ്ട്. ഇതിന് രണ്ടിനും ഉത്തരം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അതൊരു കുടുംബ കലഹത്തിന്റെ വക്കിലെത്തിക്കും. അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ ഏർലിയർ സ്റ്റേജസിലൊക്കെ ഓഫ്കോഴ്സ് നമുക്ക് നമ്മുടെ പേരൻസിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ പറ്റില്ല. എനിക്ക് എന്നെ ഞാൻ മ്യൂസിക് ക്ലാസ്സസിന് പോകുമ്പോൾ എന്നെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും ഒക്കെ അച്ഛൻ വന്നിട്ടുണ്ട്. ഷോസിനായാലും എല്ലാത്തിനും എനിക്ക് സപ്പോർട്ട് സിസ്റ്റമായിട്ട് എൻ്റെ പേരൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വെയിറ്റ്, ഏതിനാണ് കൂടുതൽ വെയിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമ്മയാണോ അച്ഛനാണോ എന്ന് പറയുമ്പം അത് ഇറ്റ്സ് നോട്ട് ഈസി. കാരണം എൻ്റെ മ്യൂസിക് പഠനത്തിന് വേണ്ടി അമ്മ എൻ്റെ കൂടെ ട്രിവാൻഡ്രത്ത് വന്ന് താമസിച്ചു, അച്ഛൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഒരു സാക്രിഫൈസ് ഒരു ലെവലിലേക്ക് പോയിട്ടുണ്ട്. സോ ദാറ്റ് വേ നോക്കുകയാണെങ്കിൽ എൻ്റെ ഫാമിലി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് എന്ന് വെച്ചാൽ ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് എത്രമാത്രം ഒരു കോൺഫിഡൻസ് ലെവൽ വേണം എന്നുള്ളത്. കാരണം പെട്ടെന്ന് തളർന്നു പോകാം, തകർന്നു പോകാം എന്നുള്ള സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇവരെ എനിക്ക് എപ്പോഴും എൻ്റെ ബാക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. എന്നാലും ചോദ്യത്തിന് ഉത്തരവായിട്ടില്ല. ഇല്ല, അച്ഛൻ എപ്പോഴും എനിക്ക് ഒരു എൻ്റെ സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു. ആരാണ് വലുതെന്നുള്ള ഒരു പ്രശ്നം ഒരു ചോദ്യം ഇല്ല. അത് അങ്ങനെ ഒരു ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് ആരാണെന്ന് പറയാനും പറ്റില്ല. രണ്ടുപേരും മാറിയും മറിഞ്ഞും മഞ്ജരിയുടെ ജീവിതത്തിൽ ഗണ്യമായ സ്വാധീനം. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഈ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഏറ്റവും ഗണ്യമായ പങ്കും അപഹരിച്ചത് മഞ്ജരിയെ ഒരു നല്ലൊരു ഗായികയാക്കുന്നതിന് വേണ്ടിയായിരുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോക്കസ്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു സിംഗർ ആവണം എന്ന് വിചാരിച്ചിട്ട് നടന്ന ഒരാളല്ല. ഞാൻ എൻ്റെ ക്ലാസ് ഉഴപ്പിയിട്ടുണ്ട്. എനിക്ക് മ്യൂസിക് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്നെ, ഞാൻ പ്രാക്ടീസ് ചെയ്യാതെ പോയതിന്. അപ്പം അന്ന് ഞാൻ വിഷമിച്ചു. എന്നിട്ട് ഞാൻ അതിനുശേഷം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടേ പോവാറുള്ളൂ ക്ലാസ്സിൽ. എപ്പോഴാണ് മഞ്ജരിയുടെ ഈ പറഞ്ഞ ഈ പാട്ടുപാടാനുള്ള സിദ്ധി കണ്ടെത്തിയത്? എനിക്ക് തോന്നുന്നു അമ്മയാണ് 2.5 വയസ്സിൽ എന്നെ ഒരു മാഷിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പം മാഷ് പറഞ്ഞു ആദ്യം കുട്ടി ഒന്ന് ഇരുന്ന് പഠിക്കട്ടെ, എന്നിട്ട് മതി പാട്ട് പഠിക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് അത്രയും മ്യൂസിക്കിനോടൊരു അമ്മ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ ഒറ്റയ്ക്ക് പാടി റെക്കോർഡ് ചെയ്ത് അമ്മ എന്നെ കേൾക്കും, വേറെ ആരും കേൾപ്പിക്കില്ല. ഭയങ്കര സ്വാർത്ഥമാണ്. പണ്ടൊരു ടേപ്പ് റെക്കോർഡറിൽ റൂമിനകത്തിരുന്ന് പാടി. അപ്പൊ ഞാനത് കേട്ടിട്ടുണ്ട്. സൂര്യകാന്തിയൊക്കെ, പഴയ തളിരിട്ട കിനാക്കൾ, അമ്മയുടെ ബുക്സിലൊക്കെ ഫുൾ സോങ്സിന്റെ ലിറിക്സ് ആണ്. പഴയ പാട്ട്, എല്ലാ പാട്ടുകളും കാണാപ്പാടാൻ അറിയാം. സോ അത്രയും പാഷനറ്റ് ആൻഡ് ക്രേസ് ആണ് മ്യൂസിക്കിനോട്. പ്രണയഗാനങ്ങളായിരുന്നോ എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്? അതെനിക്കറിയില്ല. അന്നത്തെ കാലത്ത് ഞാൻ അതും ശ്രദ്ധിച്ചില്ല. പ്രണയമായിരുന്നോ വിരഹമായിരുന്നോ?
അച്ഛൻ്റെ ക്ലാസ്സിൽ ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത്. അവര് ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ എന്തായാലും വിരഹം ആവാൻ വഴിയില്ല. വരട്ടെ. ഞാൻ മഞ്ജുവിൻ്റെ ഒരു ഫാനാണ്, മഞ്ജുവിൻ്റെ പാട്ടുകളുടെ ഫാൻ. മഞ്ജു കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് താരാട്ട് പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട് എൻ്റെ കഴിവിനനുസരിച്ച്. പക്ഷേ ഞാൻ ഇന്ന് ചോദിക്കുന്നത് അതിന് പകരമായിട്ട് ഒരു താരാട്ട് പാട്ട് എനിക്ക് വേണ്ടി മഞ്ജുയുടെ ഫസ്റ്റ് ഗാനം മയ്യണിക്കണ്ണേ ഉറങ്ങുറങ്ങ് മഞ്ചാടി മുത്തേ ഉറങ്ങുറങ്ങ് എന്ന ഗാനം എനിക്ക് വേണ്ടി ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുന്നു. അമ്മ എന്തൊരു സ്വീറ്റാന്ന് നോക്കും. എന്താ കാരണം വെച്ചാൽ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല, ആകെ ഒരു പാട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അമ്മ പൊതുവെ ചെയ്യുന്നത് ഇതാണ്. അമ്മ ഇപ്പൊ ഞാൻ ഷോസിന് പോകുമ്പോഴായാലും അമ്മ എപ്പോഴും ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു 3-4 പാട്ട് റിക്വസ്റ്റ് തരും. ഇത് പാടൂ പ്ലീസ്, ഇത് പാടണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഷീസ് ലൈക്ക് എൻ്റെ പാട്ട് ഒരുപാട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളിൽ ഒരാളാണ്. അപ്പൊ അത് ജെനുവിൻ എൻ്റെ അമ്മയാണല്ലോ. അപ്പൊ എൻ്റെ പാട്ട് എന്തായാലും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമായിരിക്കും സ്വാഭാവികമായിട്ടും. എടുക്കും മൈക്ക്. മഞ്ജരി ജനിച്ചത് ചെറുകുന്നാണെങ്കിലും പിന്നീട് പഠിച്ച് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തടങ്ങളൊക്കെ ഒരു പക്ഷേ ഉയർന്നു വന്നത് മസ്കറ്റിൽ നിന്നാണല്ലേ? എവിടെയാണ് പഠിച്ചത്? ഇന്ത്യൻ സ്കൂൾ അൽവാദി അൽ കബീർ, അവിടെയാണ് പഠിച്ചത്. സ്കൂളിൽ നിന്നാണ് ഒരു പക്ഷേ ടാലൻസ് കുറച്ചുകൂടി? തീർച്ചയായിട്ടും. എൻ്റെ വൈസ് പ്രിൻസിപ്പൽ വരെ അവർക്ക് എല്ലാവർക്കും ഒരു വാത്സല്യം ഉണ്ടായിരുന്നു. സോ എനിക്ക് എപ്പോഴും ഞാനൊരു പൊതുവേ നമ്മൾക്കൊരു സ്കൂളല്ലേ ഇത് തന്നെ യെസ് പൊതുവേ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും. കാരണം മലയാളികളാവുമ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യാറുണ്ട്. പൊതുവെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് മറ്റ് ഭാഷകൾ വഴങ്ങില്ല. ഹിന്ദി സംസാരിക്കുമ്പോൾ ഓ മല്ലു എന്നുള്ള ഒരു ടേം വരും. സോ ഐ വോണ്ട് ടു ബ്രേക്ക് ഇറ്റ്. കാരണം എനിക്ക് തോന്നുന്നത് ഏത് ഭാഷയും കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് മലയാളികൾക്കാണ്. ആൻഡ് അതിൻ്റെ ഒരു നീതി പുലർത്തിക്കൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യാം. ശ്രേയ ഘോഷൽ പണ്ട് പറഞ്ഞിരുന്നു, അതായത് മലയാളമൊക്കെ പാടാൻ പറ്റിയത് ഈ സാമ്പാറും രസവും കഴിച്ചുകൊണ്ടാണെന്ന്. എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞു. ഇപ്പോഴും ബോംബെയിലുള്ള ആൾക്കാരൊക്കെ സാമ്പാറും ഇഡ്ഡലിയൊക്കെയാണ് കഴിക്കുന്നത്. എന്ന് വെച്ചാൽ അത് കഴിച്ചുകൊണ്ട് നാവ് വഴങ്ങും നന്നായിട്ട് എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല, അവരുടെ അഭിപ്രായം പറയാണ്. അപ്പൊ ഹിന്ദി പൊതുവെ അങ്ങനെ ഒരു പ്രോബ്ലം, ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും. അപ്പൊ എനിക്ക് എൻ്റെ സ്കൂളിൽ നിന്ന് എൻ്റെ വൈസ് പ്രിൻസിപ്പളൊക്കെ ആദ്യം ഞാൻ ഓഡിഷന് പോയിരുന്നു എൻ്റെ ഒരു ആക്ടിങ്ങിന് വേണ്ടിയിട്ട്. നമ്മളൊരു തിയേറ്റർ വർക്ക് ചെയ്തു, സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പാടാൻ വേണ്ടി ഒരു വോയിസ് ടെസ്റ്റിന് പോയപ്പോഴത്തേക്ക് വാട്ട് വിൽ യു സിംഗ് എന്ന് വെച്ചു. അപ്പോൾ ഞാൻ ടൈറ്റാനിക് ആയിരുന്നു അന്ന് ഇറങ്ങിയ. അപ്പോൾ അതിലെ പാട്ട് 2 വരി പാടി. അപ്പോൾ അല്ല അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ആദ്യം പാടുന്നതിന് മുന്നേ അവർ 2-3 എക്സ്പ്രഷനൊക്കെ ഉണ്ടാക്കിയെങ്കിലും പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നമുക്ക് ഈ കുട്ടിയെ സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞു. സോ ചില സ്ഥലങ്ങളിൽ നമ്മളൊരു ഡിസ്ക്രിമിനേഷൻ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ. ബട്ട് അത് ഒരു ലൈഫിലൊരു ചലഞ്ച് ആക്കിയിട്ടേ ഞാൻ എടുക്കാറുള്ളൂ. അപ്പം എൻ്റെ സ്കൂളിൽ പിന്നീട് എൻ്റെ ടീച്ചേഴ്സൊക്കെ എപ്പോഴും എനിക്ക് പറയാറില്ല, നമ്മളെപ്പോഴും ആ ഫീറ്റ് ഷുഡ് ബി ഓൺ ദ ഗ്രൗണ്ട്, യു ഷുഡ് ബി റിയലി ഗ്രൗണ്ടഡ്. ടൈറ്റാനിക്കിലെ പാട്ടാണോ പാടിയത്? ടൈറ്റാനിക് ആയിരുന്നു പാടിയത്. ആണോ? ഓർമ്മയുണ്ട്, ഇടയ്ക്ക് പാടുന്ന പാട്ടാണോ അത്? ഞാൻ സൗണ്ട് മ്യൂസിക്കിലെ പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്, അത് വേണമെങ്കിൽ പാടാം. പാട് നോക്കട്ടെ. With the sound of music, with songs they have sung for 1,000 years, my heart will be blessed with the sound of music, and I'll sing once more.
മഞ്ജരി എനിക്ക് തോന്നുന്നു മസ്കറ്റിലായതുകൊണ്ട് മറ്റ് ഭാഷകളുമായിട്ട് കുറച്ചും കൂടി സാമീപ്യം ഉണ്ടാകാൻ സഹായിച്ചു. അറബിക് അല്ലേ? അറബിക്ക്, കുറച്ച് ഉറുദു, കുറച്ച് ഹിന്ദി, മറ്റ് ഭാഷകൾ, പഞ്ചാബി എല്ലാം. അല്ല, അതെനിക്ക് തോന്നുന്നു പിന്നീട് പിൽക്കാലത്തത് വേണമെങ്കിൽ തീർച്ചയായിട്ടും അത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡിക്ഷൻ, എൻ്റെ ഫ്ലുവൻസി ഇൻ ദോസ് ലാംഗ്വേജസ് തീർച്ചയായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് നമ്മൾ ഈ മൾട്ടി ലിംഗ്വൽ ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ കൂടെ ആയതുകൊണ്ട് ഇപ്പൊ തളിപ്പറമ്പായിരുന്നെങ്കിൽ നീ ഓടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ട്. പക്ഷെ അതിപ്പം അങ്ങനെ ഒരു ആൾ എന്റെ മുന്നിൽ ഇരിക്കുന്നെങ്കിൽ ഞാൻ എന്തായാലും സംസാരിക്കും. നമുക്കൊരു 5-10 കാവ്യം ഞാനൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോ എവിടെ പോയിനേനോ അങ്ങനെയൊക്കെ ആ ഒരു ഭാഷ വരും. പക്ഷെ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വേർഡ് ഉണ്ടായിരുന്നു. അതെന്റെ ടീച്ചർ കണ്ടുപിടിച്ചു. എന്റെ ടീച്ചർ കോഴിക്കോടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ എപ്പോ പറയുമ്പോഴും അവരിക്ക് എന്നേ പറയും. അവർക്ക് എന്നുള്ളത് ഞാൻ എന്റെ മനസ്സിലത് പോറില്ല. ബാക്കിയൊക്കെ ഞാൻ ഭയങ്കര സ്ഫുടതയൊക്കെ ആയിട്ട് പറയും. പക്ഷെ അവരിക്ക് എന്ന് വരും. ഇല്ല അതില്ല, അത് തലശ്ശേരി ഭാഷ. അപ്പൊ അവർക്ക് മാത്രം കിടപ്പുള്ളൂ, അതൊക്കെ വരും. ബാക്കിയെല്ലാം മാറി. പക്ഷെ ഇപ്പൊ വേണമെങ്കിൽ പോലും നാട്ടിലെ ഭാഷ വേണമെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. വീട്ടിൽ തന്നെയാണോ സംസാരിക്കുന്നത്? വീട്ടില് ഇല്ല, അങ്ങനെ ഒരു ഇപ്പം കണ്ണൂരാണ് നാട്. പക്ഷെ ചില അങ്ങനത്തെ ഒരു ഗാദറിംഗിൽ ഇരിക്കുമ്പോൾ മാത്രം എനിക്ക് വേറെ സ്ഥലത്ത് പോയി സംസാരിക്കുമ്പോൾ അവർ വിചാരിക്കും വല്ല ട്രൈബൽസ് എന്ന് വിചാരിക്കും. Hi Manjari, I am so happy to be able to send this message to you. We know that you have risen a great deal in your career. We still recollect and remember your participation in our school activities, particularly in singing, and your participation in our English operettas like Sound of Music and Wizard of Oz as the leading singer. We wish you great heights in your career. I am sure you will go higher and higher. You are a simple girl with that naughty face, and I am sure you still maintain that. All the best to you, Manjari. How naughty were you, Manjari, actually? I was very naughty in school. 12 വരെ പഠിച്ചോടെ? I was kind of a dada. ഒരുപാട് പേരെ അടിച്ചു ആക്രമിച്ചു? ഉണ്ടായിരുന്നു. നഖമൊക്കെ അന്നും ഉണ്ടായിരുന്നു? നഖമൊന്നും അന്നില്ലായിരുന്നു. I was in a boycott. ഞാൻ ഈ പറഞ്ഞ മാതിരി ഉറക്കൊക്കെ തൂങ്ങി സ്കൂളിൽ പോകുന്ന ടൈപ്പായിരുന്നു. പഠിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഈ സൗന്ദര്യം അങ്ങനത്തെ ഒരു ബോധമേ ഇല്ല. ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. അങ്ങനെ ഭയങ്കര എന്താ പറയാ, ഓൾമോസ്റ്റ് എന്റെ ഞാൻ നീറ്റ്നെസ് ഒക്കെ എനിക്ക് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. എൻ്റെ ടേബിളിൻ്റെ മേലെ എനിക്ക് എന്തെങ്കിലും ചെറുതായിട്ട്, ഇപ്പം ആമ്പിള്ളേരാകുമ്പോൾ അവർ ഓടിക്കളിച്ച് ചിലപ്പോൾ they might spill some, ഇപ്പം വെള്ളമോ എന്തെങ്കിലും മറിച്ചാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണ്. ഞാൻ സ്കെയിലെടുത്ത് ഓടിയിട്ടുണ്ട്. അത് ആരാ മറിച്ചത് അയാൾ അടിക്കാൻ. അപ്പോൾ കുറെ പണിയെടുത്തിട്ടുണ്ട്. അവർക്ക് കുറെ അടി കൊടുക്കുകയും ചെയ്തു, കുറച്ച് അടി മേടിക്കുകയും ചെയ്തു. അടി ഇതുവരെ മേടിച്ചിട്ടില്ല. അത് കിട്ടാതിരിക്കാനുള്ള എല്ലാ വൈദ്യുതിയും. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് എപ്പോഴും they were very supportive. എനിക്ക് അങ്ങനെ ഒരു അതൊക്കെ ഒരു കുസൃതി ടൈമായിരുന്നു. ഈ സ്കൂള് മഞ്ജരിക്ക് ഒരു നൊസ്റ്റാൾജിയാണ് ആക്ച്വലി. ഓഫ് കോഴ്സ് ഞാൻ എപ്പോഴും എനിക്ക് മസ്കറ്റിൽ പോകുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു, ഞാൻ സ്കൂളിൽ തിരിച്ചു പോകുമ്പോൾ തോന്നും ഇപ്പൊ പഠിക്കുന്ന പിള്ളേരൊന്നും ഒന്നുമല്ല, നമ്മുടെ ടൈമായിരുന്നു ബെസ്റ്റ്. അപ്പൊ അങ്ങനെ ഒരു ഫീലിംഗ് എനിക്കുണ്ട്. എൻ്റെ ഐ വോണ്ട് ദാറ്റ് ടൈം ടു കം ബാക്ക്. മഞ്ജരി എന്തായാലും ആ സ്കൂളിന്റെ സാരഥികൾ ഒരാള് ഇപ്പോഴും, മഞ്ജരി ആ സ്കൂൾ വിട്ടിട്ട് എത്രയോ വർഷങ്ങളായി, എങ്കിൽ പോലും ആ സ്കൂളിലെ മഞ്ജരിയുടെ ദിനങ്ങളെ കുറിച്ച് സ്മരിക്കുന്നു എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. ഇതൊക്കെ വലിയ ട്രോഫീസാണ്. എൻ്റെ പ്രിൻസിപ്പളാണ്. ലൈഫിൽ കിട്ടാവുന്ന വലിയ ബഹുമതികളാണ്. പ്രിൻസിപ്പളിലേക്ക് റൂമിൽ പോവാന്ന് പറയുന്നത് ശരിക്കും ആരെങ്കിലും എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിലാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് പല പ്രാവശ്യം അങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ സാറ് മ്യൂസിക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സാറാണ്. അതിലാണ് മൂപ്പരെ വീഴ്ചത്. ഹീ ഈസ് എ ജെം. അത് ഞങ്ങളുടെ ശരിക്കും അങ്ങനെ ഒരു ഭാഗ്യമാണ്. മ്യൂസിക് ഇഷ്ടമുള്ള ഒരു സ്കൂളിലേക്ക് തന്നെ പോകാൻ പറ്റുക എന്ന് പറയുന്നത്. കാരണം യൂഷ്വലി നമ്മൾ അക്കാഡമിക്സും ആ സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും വേറെ ഷോസിനൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു, ഷോസൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അതും ഇതും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഒരിക്കലും എൻ്റെ സ്കൂൾ ഉണ്ടാക്കിയിട്ടില്ല.